നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അൽഫാസ് മാത്രമല്ല അമ്മയും കൂടെ വരുമെന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന സൂചന. അത് എങ്ങനെയാകുമെന്ന് നിങ്ങൾ എനിക്ക് നേരെ മുഖം ചുളിക്കേണ്ട. അമ്മയും പരുക്കേറ്റ ആശുപത്രിയിലല്ലേ, അവർക്ക് ക്യാൻസർ രോഗമല്ലേ എന്നൊക്കെ നിങ്ങൾ എൻ്റെ നേരെ മുഖം ചുളിക്കാം. പക്ഷേ അങ്ങനെയല്ല. പ്രതി കൊടുത്തിരിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇങ്ങനെ ഒരു സംശയവും പ്രകടിപ്പിക്കുന്നത്. അതിന് സാധ്യതയുണ്ടോ എന്ന അന്വേഷണവും നടത്തുന്നത്. നമുക്കിനി കേസിൻ്റെ ഉള്ളറകളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഇതിൻ്റെ സൂചനകൾ എങ്ങനെയാണ് പോലീസ് വ്യക്തമാക്കുന്നതെന്ന് പരിശോധിക്കുകയും ചെയ്യാം. വെഞ്ഞാറമൂട് പേരുമല എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് ആദ്യത്തെ കൊലപാതക ശ്രമം നടക്കുന്നത്. അതെങ്ങനെയാണ്? അൽഫാസ് എന്ന പേരുള്ള പ്രതി, അയാൾക്ക് 23 വയസ്സ്. അൽഫാസ് അല്ല, അൽഫാന് 23 വയസ്സ്. അയാൾക്ക് പറയപ്പെടുന്നതനുസരിച്ച് 75 ലക്ഷം രൂപയുടെ കടമുണ്ട്. പിതാവ് റഹീമിന് വിദേശത്ത് ഒരു ഹാർഡ്വെയർ ഷോപ്പുണ്ട്, സ്പെയർ പാർട്സ് കടയുണ്ട്. സ്പെയർ പാർട്സ് കട നടത്തിയതിൽ അദ്ദേഹത്തിന് കുറേയധികം കടമുണ്ട്, ഏകദേശം 75 ലക്ഷം രൂപ. ഈ അൽഫാൻ എന്ന് പറയുന്ന പ്രതിയും അവിടെ കുറച്ചു കാലം ജോലി ചെയ്തു. ആ കടബാധ്യതയെ തുടർന്നാണ് ഇയാൾ നാട്ടിലേക്ക് വരുന്നത്. ഈ കടബാധ്യതകളൊക്കെ തീർക്കാനുള്ള ഉത്തരവാദിത്വം ഇയാൾക്ക് കൂടിയുണ്ട്. ഇയാൾ കടം തീർക്കുന്നതിന് മുത്തശ്ശിയോട് കുറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ ചോദിച്ചിരുന്നു, അത് കിട്ടാതെ വന്നു. അങ്ങനെയൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അങ്ങനെ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നു. അതിന് വിഷമൊക്കെ തയ്യാറാക്കി വയ്ക്കുന്നു. അതിനുശേഷം അർബുദ ചികിത്സയിലായിരുന്ന ഉമ്മയെ ആദ്യം കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. ഇതാണ് പോലീസിന് സംശയം ബലപ്പെടുത്തുന്ന ഒന്നാമത്തെ ഘടകം. അപ്പോൾ ഉമ്മയോട് ഇയാൾ പറഞ്ഞിരിക്കുമോ, നമുക്കൊക്കെ ഒരുമിച്ച് മരിക്കാം? കാരണം ഇയാളൊരു സൗമ്യ പ്രകൃതനും ക്രിമിനൽ പശ്ചാത്തലമോ ഇല്ലാത്ത വ്യക്തിയാണ്. മുമ്പൊരിക്കൽ ആത്മഹത്യാശ്രമം നടത്തിയിരുന്നു. 10 വയസ്സുള്ളപ്പോൾ ഒരിക്കൽ വിഷം കഴിച്ച് മരിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന ഒരു പൂർവ്വ ചരിത്രം മാത്രമേ ഈ അൽഫാൻ എന്ന 23-കാരനെ കുറിച്ച് പോലീസ് അന്വേഷിച്ചപ്പോൾ ബന്ധുക്കളിൽ നിന്നും അയൽക്കാരിൽ നിന്നും ഇയാളുടെ സൗഹൃദ വലയത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇയാൾ 10 വയസ്സുള്ളപ്പോൾ ഒരു തവണ എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്നൊരു വിവരം മാത്രമാണ് പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. 12 മണിക്കൂറേ ആകുന്നുള്ളൂ. കഴിഞ്ഞ രാത്രി 7 മണിക്കാണ് ഇയാൾ പോലീസിൽ കീഴടങ്ങി കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഏകദേശം 12-13 മണിക്കൂർ ആകുന്നതേ ഉള്ളൂ അന്വേഷണം ആരംഭിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇനി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തൊക്കെ വരണം, എങ്കിലേ വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. ഇപ്പോഴുള്ള സംശയങ്ങളും അഭ്യൂഹങ്ങളുമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇത് ഈ കേസിൻ്റെ പൂർണ്ണമായ വിവരമാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായ വിവരമല്ല. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇയാൾ ഉമ്മയോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയണം. അതിന് ഇപ്പോൾ ഉമ്മയോട് ചോദിക്കാനും കഴിയുകയില്ല. കാരണം ഷമി, ഇയാളുടെ ഉമ്മയായ ഷമി ഇപ്പോൾ വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിലെ ICUവിലാണ്. അവർക്ക് ഓർമ്മയുണ്ടെങ്കിലും കൃത്യമായ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. ഒന്ന്, ക്യാൻസറിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചുറ്റിക കൊണ്ടുള്ള തലക്കേറ്റ അടി വലിയ മാരകമായ പരിക്കാണ് ഏറ്റിട്ടുള്ളത്. അപ്പോൾ തലക്കേറ്റ ക്ഷതം അത്രയും മാരകമാണ്. അതുകൊണ്ട് ഓർമ്മ തെളിയുന്നുണ്ടെങ്കിലും കൃത്യമായി ഓർത്തെടുത്ത് സംഭവിച്ചത് എന്താണെന്ന് നറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അവരുടെ ഓർമ്മ ശരിയായി വരണം, എങ്കിൽ മാത്രമേ സംഭവിച്ചത് എന്താണ്, ഇയാൾ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇയാൾ ഉമ്മയെ ആദ്യം വകവരുത്താൻ ശ്രമിക്കുന്നു, ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു, പരാജയപ്പെടുന്നു. അതിനുശേഷം ഇയാൾ വെഞ്ഞാറമൂട് പോയി ചുറ്റിക വാങ്ങുന്നു. ചുറ്റിക വാങ്ങി ഉമ്മയുടെ തലയ്ക്ക് അടിക്കുന്നു. ഉമ്മ മരിച്ചു എന്നാണ് ഇയാൾ കരുതിയ ശേഷമാണ് ഈ ചുറ്റികയും കൊണ്ട് ഏകദേശം വീട്ടിൽ നിന്ന് 23 കിലോമീറ്ററോളം ദൂരെയുള്ള വീട്ടിൽ ചെല്ലുന്നത്. പേരുമലയിൽ നിന്ന് എത്ര ദൂരം? പാങ്ങോടേക്ക് പോകുന്നു. അതായത് കിളിമാനൂർ പാങ്ങോട്, നമ്മുടെ തിരുമല പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൻ്റെ അടുത്തല്ല, കിളിമാനൂർ പാങ്ങോട് എന്ന സ്ഥലത്തേക്ക് ഏകദേശം 23 കിലോമീറ്റർ ഉണ്ട്. വെഞ്ഞാറമൂട് പേരുമല എന്ന സ്ഥലത്ത് നിന്ന് പാങ്ങോട് സ്ഥലത്തെത്തുന്നു. അവിടെ ഇദ്ദേഹത്തിൻ്റെ വാപ്പയുടെ, അതായത് അച്ഛൻ്റെ അമ്മ അവിടെയാണ് താമസിക്കുന്നത്. അവിടെ ചെന്നിട്ട് ആണ് ഈ സൽമ ബീവിയെ, അച്ഛൻ്റെ അമ്മയെ കൊലപ്പെടുത്തുന്നത്. സൽമ ബീവിയുടെ പ്രായം 95 വയസ്സാണ്. അവരെ തലക്കടിച്ച് കൊല്ലുന്നു. അവർ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം അവിടെ നിന്ന് തിരികെ വരുന്ന വഴിയിൽ ചുള്ളിമാനൂർ, അതായത് ഇയാളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ദൂരമുണ്ട്. വരുന്ന വഴിയാണ് പാങ്ങോട് നിന്ന് തിരികെ ഇയാളുടെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ചുള്ളിമാനൂർ എത്തുന്നു. ചുള്ളാളം എന്ന സ്ഥലത്താണ് ഇയാളുടെ അച്ഛൻ്റെ പിതൃ സഹോദരനായ ലത്തീഫ് താമസിക്കുന്നത്. ലത്തീഫിൻ്റെ ഭാര്യ ഷാഹിദയും അവിടെയുണ്ട്. അവരെ രണ്ടുപേരെയും തലക്കടിച്ച് കൊലപ്പെടുത്തുന്നു. ഈ സമയം ഈ സൽമ ബീവി കുളിമുറിയിൽ തലയ്ക്ക് മുറിവേറ്റ് കിടക്കുന്നത് നാട്ടുകാർ കാണുന്നുണ്ട്. അതായത് അയൽക്കാരൊക്കെ കാണുന്നുണ്ട്. അവർ കരുതുന്നത് 95 വയസ്സായല്ലോ, ഒരുപക്ഷെങ്കിൽ
നിലത്ത് വീണതായിരിക്കാമെന്ന സംശയമൊക്കെ ഉണ്ട്. അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഈ സമയം അവർ അറിയുന്നുണ്ടെങ്കിലും പോലീസിനെ അറിയിക്കാനോ ആശുപത്രി ഇവർ ബോധം കെട്ട് കിടക്കുകയാണ്, മരിച്ചു കിടക്കുകയാണ്, ഈ വിപ്രാളമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ പോലീസ് അറിയുന്നില്ല ഇക്കാര്യം. ഈ ലത്തീഫിനെയും ഷാഹിദയെയും ഈ ആൾ 23-കാരനായ അഫാൻ വധിച്ച ശേഷം തിരികെ വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്ന വഴിയിലാണോ ഫർസാനയെ കൂട്ടിക്കൊണ്ടുവരുന്നത്? ഫർസാനയെ കൂട്ടിക്കൊണ്ടാണ് അയാൾ വീട്ടിൽ വരുന്നത്. അതോ ഇയാൾ വീട്ടിൽ വരുമ്പോൾ ഫർസാന അവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ പോലീസിന് ഇതുവരെ വ്യക്തതയില്ല. ഫർസാനയെ ഇയാൾ കൂട്ടിക്കൊണ്ടു വന്നു എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഫർസാനയെ കൂടി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കാരണം എന്താണ്? ഉമ്മ കൊല്ലപ്പെട്ടു എന്നാണ് ഇയാളുടെ വിശ്വാസം. ഉമ്മ അവിടെ ബോധക്ഷയം ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അനുജനെ ഇതിനിടയിൽ അനുജന് എന്താണ് പ്രിയപ്പെട്ട കുഴിമന്തിയൊക്കെ അനുജനെ ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂട്ടുകാർ പറയുന്നത് അനുജന് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ പോകുമ്പോഴും പള്ളിയിലൊക്കെ പോകുമ്പോഴും എന്താണ് സ്കൂട്ടറിൽ എപ്പോഴും ബൈക്കിൽ അനുജനുണ്ടാകും. സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലൊക്കെ എപ്പോഴും അനുജൻ്റെ ഫോട്ടോ ഒപ്പമാണ് ഇയാൾ പോസ്റ്റ് ചെയ്യുന്നത്. അനുജന് ഭയങ്കര കാര്യമാണ്. അനുജൻ ഏകദേശം ഇയാളേക്കാൾ 10 വയസ്സ് താഴെയാണ്, 14 വയസ്സേ ഉള്ളൂ. 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവൻ. അവൻ്റെ പേരെന്താണ്? അഫ്സാൻ എന്താണ്? ഞാൻ ആദ്യം അഫ്സാൻ എന്നാണ്, അഫാനെ പറഞ്ഞത് അഫ്സാൻ എന്നാണ്, ക്ഷമിക്കുക. അപ്പോൾ അഫാൻ്റെ അനുജൻ അഫ്സാനെയും കൂട്ടിയാണ് പലപ്പോഴും യാത്രകൾ പോകുന്നത്. അഫ്സാനെ കൊണ്ടുപോയി കുഴിമന്തിയൊക്കെ വാങ്ങിക്കൊടുത്തു, ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്തു. അഫ്സാനെയും വീടിൻ്റെ ഹാളിൽ വച്ചിട്ടാണ് തലക്കടിച്ചു കൊല്ലുന്നത്. അഫ്സാൻ്റെ മൃതദേഹത്തിനരികിൽ നിന്നാണ് നിരവധി 500ൻ്റെ നോട്ടുകൾ മൃതദേഹത്തിനരികിൽ ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ അനുജനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാകാം അവൻ്റെ മൃതശരീരത്തിനടുത്ത് പൈസ ഇങ്ങനെ വാരി വലിച്ചിട്ടിരുന്നു. എന്നിട്ട് മുകളിലത്തെ നിലയിൽ, വീടിൻ്റെ മുകളിലത്തെ നിലയിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു ഫർസാന. ഒരുപക്ഷെ ഫർസാനയോട് സംസാരിച്ച ഏതെങ്കിലും കാര്യത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്നായിരിക്കാം ആദ്യം ആക്രമണം ഉണ്ടായത്. ഫർസാനയും അറിഞ്ഞിരിക്കില്ല ഇവൻ തന്നെ ആക്രമിക്കാൻ വരുന്നുവെന്ന് അറിഞ്ഞിരിക്കില്ല. പുറകിൽ നിന്നായിരിക്കാം ആദ്യം തലയ്ക്ക് അടിയേൽക്കുന്നത്. മാരകമായ തലയ്ക്ക് അടിയേൽക്കുമ്പോൾ ആദ്യത്തെ അടിയിൽ തന്നെ കൊള്ളാപ്സിലായിരിക്കാം, മീൻസ് ബോധം പോയിരിക്കാം. അങ്ങനെ ആയിരിക്കാം ഫർസാനയ്ക്ക് അടിയേൽക്കുന്നത്. ഉമ്മ അടുത്ത മുറിയിലാണ്, ഹാളിൽ നിന്നും അപ്പുറത്തെ മുറിയിലാണ് ഈ ഷമി കിടക്കുന്നത്. ഷമി പരിക്കേറ്റ് കിടക്കുന്നത് ഫർസാന കണ്ടിരിക്കാൻ ഇടയില്ല. അപ്പോൾ ഫർസാനയെയും കൊലപ്പെടുത്തിയ ശേഷമായിരിക്കാം അനുജൻ വീട്ടിലേക്ക് എത്തുന്നത്, അനുജനെ കൊണ്ട് വരുന്നത്. അങ്ങനെ ആയിരിക്കണം. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മരണസമയം, അതായത് പരുക്കേറ്റ സമയം, വൂണ്ട് സർട്ടിഫിക്കറ്റിൽ നിന്ന് പരുക്കേറ്റ സമയം, മരണസമയമൊക്കെ കൃത്യമായി അറിയണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ആദ്യം മരിച്ചതാര്, ആദ്യം കൊല്ലപ്പെട്ടതാര്, ആദ്യം ആക്രമണത്തിന് വിധേയമാക്കപ്പെട്ട വ്യക്തി ആര്, ഇതൊക്കെ അറിയണം. കാരണം ഒരാൾ പോയിട്ട് ഞാൻ ഇന്ന ആളുകളെ കൊലപ്പെടുത്തി എന്നൊക്കെ ചെന്ന് പറയുമ്പോൾ അയാൾക്ക് പരിഭ്രമമുണ്ടാകാം. കൊലപ്പെടുത്തിയ ആൾ ആദ്യം അമ്മയാണ് ആക്രമിച്ചത് എന്ന് പറയുമ്പോൾ പരിഭ്രമം കൊണ്ടാകാം പറയുന്നത്. ഇയാൾ പറയുന്നത് കൃത്യമായ 1, 2, 3, 4 എന്ന നിലയിലായിരിക്കില്ല, ചിലപ്പോൾ ചിതറിയായിരിക്കാം പറയുന്നത്. പക്ഷേ ഈ കടബാധ്യതയുടെ കടബാധ്യത കൊണ്ടാണ് കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. താൻ മരിച്ചു കഴിഞ്ഞാൽ, താൻ ഉൾപ്പെടെയുള്ള ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ കാമുകി, തൻ്റെ പ്രിയപ്പെട്ടവൾ അനാഥയായി പോകും. അതുകൊണ്ടാണ് ഫർസാനയെ കൂടി വകവരുത്തിയതെന്ന് പ്രതി അഫാൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് കൊണ്ട് ഇവർ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാൾ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇയാൾ എന്തിനാണ് വാപ്പയുടെ അമ്മയെ പോയി വേറെ 23 കിലോമീറ്റർ ദൂരെ പോയി കൊലപ്പെടുത്തിയത്? പിന്നെ വാപ്പയുടെ അച്ഛൻ്റെ സഹോദരനെയും അയാളുടെ ഭാര്യയെയും കൊലപ്പെടുത്തിയത്? ഇതൊക്കെ പോലീസിന് സംശയം സൃഷ്ടിക്കുന്നുണ്ട്. എന്തിനായിരിക്കാം ഇവരെ കൊണ്ടത്? എന്തെങ്കിലും നേരത്തെ വൈരാഗ്യമുണ്ടായിരുന്നു, വ്യക്തി വൈരാഗ്യമുണ്ടായിരുന്നു, കുടുംബപരമായ എന്തെങ്കിലും സ്വത്ത് തർക്കമോ പകയോ ഉണ്ടായിരുന്നു ഈ വ്യക്തികളുമായി? ഇതൊക്കെ പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ വരുന്ന വിഷയങ്ങളാണ്. ഈ പ്രതിയെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ഈ അഫാനെ കോടതിയിൽ ഹാജരാക്കി കോടതിയുടെ അനുമതിയോടുകൂടി ഇനി കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് വിശദമായി ചോദ്യം ചെയ്ത് തെളിവെടുപ്പൊക്കെ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ കൃത്യമായ വിവരം പോലീസിന് ശേഖരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ആദ്യഘട്ടത്തിൽ പോലീസിന് ലഭിച്ച മൊഴിയുടെ ബലത്തിൽ പോലീസ് സംശയിക്കുന്നുണ്ട്, ഒരു പക്ഷേ നമുക്ക് കൂട്ട ആത്മഹത്യ ചെയ്യാം, നമുക്കതിൽ നിന്നല്ലാതെ വേറെ മുക്തിയില്ല എന്ന് ഈ അമ്മയെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അമ്മ ക്യാൻസർ പേഷ്യൻ്റാണ്, ഉടനെ മരിച്ചു പോകും, അമ്മ ആരോഗ്യം കെട്ടിരിക്കുകയാണ്, അപ്പോൾ മരണം തന്നെയാണ് ഫലം, അപ്പോൾ മകൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മരണത്തിന് വശംവദയായതാണോ, അല്ലെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നതാണോ, പ്രതികരിക്കാൻ കഴിയാതെ പോയതാണോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതറിഞ്ഞിട്ട് പ്രതികരിക്കാതിരുന്നതാണോ, തടയാൻ പറ്റാതെ പോയതാണോ, ഇതൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേയെങ്കിൽ ഈ അമ്മയും കേസിൽ പ്രതിയായി തീരാമെന്ന സംശയം പോലീസ് ബലപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള ചിന്ത പോലീസിൻ്റെ മനസ്സിലുണ്ട്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞു വച്ചത്.